Hello guys, it's me Edwin. Welcome back to my YouTube channel, Edwin's Vlogs. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ ഹോം കവറിൻ്റെ അൺബോക്സിംഗ് ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ കീബോർഡിൻ്റെ വീഡിയോ കൂടി ചെയ്യണത്. അപ്പോൾ എന്തായാലും നമുക്ക് വൈകാണ്ട് ഇത് അൺബോക്സ് ചെയ്യാം. ഇതാണ് ഗുയിസ് നമ്മുടെ ഫോണിൻ്റെ കവറ്. നമുക്ക് എന്തായാലും നമ്മുടെ ഫോൺ എന്തായാലും അത് ഇട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് ഇതിൻ്റെ കവറ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കവർ എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മൗസ് ഒരു സൈഡിൽ വയ്ക്കുന്നുണ്ട്. മൗസിനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതാണ് ഗുയിസ് മൈ ഇത്. പക്ഷെ എനിക്ക് ഇതിനെക്കാട്ടും ഇഷ്ടമായത് നമ്മുടെ പഴയ ഈ മൗസ് തന്നെയാണ് ഗൈസ്. നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ഫ്രീ ഇത് രണ്ടും കൂടിയാണ് ഇത് കിട്ടണുള്ളൂ. മറ്റേ ഒരെണ്ണം മാത്രമായിട്ട് കിട്ടണില്ല. അപ്പോൾ ഇതെന്തായാലും ഞാൻ അവിടെ ലാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാപ്പിലേക്ക് ഉപയോഗിക്കാനായിട്ട് എടുക്കാമെന്ന് മാത്രം. ഇതെന്തായാലും ഞാൻ ഇതിനകത്തേക്ക് യൂസ് ചെയ്യണില്ല. എനിക്കിവിടെ കീബോർഡ് മാത്രമാണ് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം വന്നുകൊണ്ട് നമ്മൾ കാണിക്കുകയാണ് മൗസ്. ഇതിൻ്റെ വൈറ്റ് ഇതായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇതിൻ്റെ പോലെ ഗോയ്സ് ചതച്ചതാ ഗൈസ് പെട്ടു. അപ്പം എന്തായാലും കരണ്ട് വന്നിട്ട് കാണാം. അപ്പോൾ ഈ ഒരു വെളിച്ചത്തിൽ കാണാം. അപ്പോൾ കരണ്ട് വന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ് കരണ്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഇത് മെക്കാനിക്കൽ കീബോർഡ് അല്ല കേട്ടോ ഗൈസ്. ഇത് കുറേ ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ വയറ് ഇങ്ങനത്തെയാണ്. നമ്മുടെ പണ്ട് കാലത്തെ കമ്പ്യൂട്ടറിൻ്റെ വയറിൻ്റെ ആ ഒരു മോഡലാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ ഫങ്ഷനൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നമുക്ക് ഹോം അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും നമുക്ക്. സാധാരണ പോലെ കീബോർഡ് ഇതിനകത്ത് ഫങ്ഷൻ കീ ഇല്ല. പകരം ഓക്കെ ഫങ്ഷൻ കീന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നേക്കണം. അപ്പോൾ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനൊക്കെ. അപ്പോൾ ഫങ്ഷൻ കീൻ്റെ ആവശ്യമില്ല. ഇത് നമുക്ക് കളറ് ഇതിൻ്റെ RGB എനിവേ ഇത് RGB ആണ്. അപ്പോൾ ഇത് നമുക്ക് ബാക്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് അഡ്ജസ്റ്റിംഗ് ഇല്ല. ഞാനൊരു പേപ്പർ കഷ്ണം തിരികെ വെച്ചിട്ടാണ് ഇത്ര കാലം യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ഈ സാധനം കട്ട് ചെയ്തെടുക്കുക. പണിയൊന്നുമില്ല. ഇത് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ USB-യിലേക്ക് കറക്റ്റായിട്ട് ഏതിനകത്താണോ കൊടുക്കേണ്ടത് അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് ഞാൻ ആദ്യം ഇതുപോലുള്ള ഇത് വെച്ചിട്ടാണ് നമ്മളത് പൊക്കി വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനകത്താകുമ്പോൾ നമുക്ക് മറ്റേ ഈ സാധനമുണ്ട്. ഓക്കെ നമുക്ക് ഫങ്ഷനൊക്കെ നോക്കുന്നത്. ഓക്കെ ലൈറ്റ് ഇത്ര ഓപ്ഷനുള്ള ഇങ്ങനൊരു മോഡലും പിന്നെ ഇങ്ങനെ ഒരു മിന്നണതും കഴിഞ്ഞു. ഇത്ര ഉള്ളു ഗൈസ്. ഞാൻ കുറേ പ്രതീക്ഷിച്ചു. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതെന്ത് സംഭവം? ഓക്കെ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കാനുള്ളത്. എന്തായാലും ഇതൊക്കെ എഡിറ്റിങ്ങിനും നമുക്ക് അങ്ങനത്തെ ഗെയിം കളിക്കാനിത് എനിക്ക് അത്ര ഒരു വാറായിട്ട് തോന്നുന്നില്ല. ഗെയിം കളിക്കാൻ ഇങ്ങനത്തെ നമുക്ക് ഇതുപോലത്തെ മെക്കാനിക് കീബോർഡാണ് നല്ലത്. അപ്പോൾ ഇത് നമ്മളെന്തായാലും ഈ PC യിൽ അധികം ഗെയിമൊന്നും കളിക്കണ്ട.
ഗെയിം കളിക്കാനുള്ള നമ്മൾ എന്താണ് അത്ര വലിയ ഇതല്ല, നമ്മൾ ജസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്യാനും അങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു PC സെറ്റാക്കിയിരിക്കുന്നത്. നമ്മുടെ മെയിൻ വ്ളോഗിങ് ആൻഡ് മ്യൂസിക്കിൻ്റെ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനൊക്കെ ഇത് ധാരാളം മതി. അപ്പോൾ നമുക്കെന്തായാലും ഇതിൻ്റെ ആവശ്യമില്ല. കവർ വെക്കാണ്ടിരിക്കണല്ലേ ഗൈസ് നല്ലത്. നിങ്ങളുടെ അഭിപ്രായം താഴത്ത് കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ കവർ വയ്ക്കണം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അടുത്ത പ്രാവശ്യം കമൻറ്റിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതുവരെ ഞാൻ എന്തായാലും നമ്മുടെ പെട്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇതിൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് ടൈപ്പ് ചെയ്യാനൊക്കെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലത്. എനിക്ക് പിന്നെ ഇതിൻ്റെ ആവശ്യം വരുന്നുണ്ട് ഗൈസ്. കാരണം എൻ്റെ മേശ കുറച്ച് വലുതായതുകൊണ്ടേ നമുക്ക് കീബോർഡ് യൂസ് ചെയ്യുമ്പോൾ ഫ്ലാറ്റായിട്ടിരിക്കുമ്പോൾ എന്തോ പോലെ. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ഈ സാധനം പിന്നെ നമ്മൾ യൂസ്ഫുള്ളാണ്. സാധാരണ നമ്മൾ എന്താണ് നമ്മുടെ ഇതിൻ്റെയൊക്കെ ഇതാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, എന്നാലും ഒരു വിയേർഡായിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് ഈ ഒരു പൊസിഷൻ ഇഷ്ടപ്പെടുന്നില്ല ഗൈസ്. സോ ഐ നീഡ് ദിസ് റൈസ് ടു ദിസ്. കൊള്ളാം, അടിപൊളിയുണ്ട്. അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് എൻ്റെ ലുക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വേറെ ഒന്നും ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഒന്നും വിചാരിക്കരുത്. ഇത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ടാഗ് ചെയ്തിട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സിനിമാറ്റിക് യൂസിലേക്ക് പോകും. ഗൈസ്, അപ്പോൾ എത്രയോളം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് മറക്കണ്ട. അപ്പോൾ ഇതേപോലുള്ള അടിപൊളി വീഡിയോ കാണുമായിരിക്കും. ഇറ്റ്സ് യുവർ ലൈഫ്, ഇറ്റ്സ് യുവർ ഡ്രീം. ചുമ്മാ അടിച്ചു പൊളിക്കുക ഗൈസ്. എനിക്കറിയാം ഇപ്പോൾ എന്താണ് പ്രകൃതി നമ്മളെ നല്ല രീതിയിൽ തന്നെ പുറംകാലിട്ട് ചവിട്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സഹായമായിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും പിന്നീട് നമുക്ക് തന്നെ പണി തന്നിട്ടേ ഉള്ളൂ. എന്നാലും അതൊന്നും മനസ്സിൽ വെക്കാണ്ട് അവരെല്ലാവരും സഹായിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഇത്. അപ്പോൾ നിങ്ങളെന്തായാലും നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ സഹായിക്കുക വയനാടിനെ. അപ്പോൾ അത്രയുള്ള വീഡിയോ. അപ്പോൾ ശരി, പ്ലീസ് ഹാവ് എ ഗുഡ് ഡേ ബോയ്സ്.